പട്ടുമല ഔർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നും അറിയപ്പെടുന്ന പട്ടുമല മാതാ ചർച്ച് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ലത്തീൻ ആചാരപരമായ തീർത്ഥാടന കേന്ദ്രമാണ്. മിഷണറി ബ്രദർഹുഡ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി നടത്തുന്ന ഇത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിലെ ഏറ്റവും വലിയ താഴികക്കുടമാണ്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ കന്യാമറിയത്തിൽ ശക്തമായ വിശ്വാസം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ചരിത്രം. 1980-കളിൽ കേരളത്തിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദർ ഹിപ്പോളിറ്റസ് തടാറ്റിർ CMSFന്റെ പ്രതിബദ്ധത തിരിച്ചറിയുകയും ഈ സംരംഭത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. തുടക്കത്തിൽ ഭക്തർ പ്രാർത്ഥനയ്ക്കായി ആശ്രമ ചാപ്പൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതേ ദശകത്തിൽ ഒരു പുതിയ പള്ളിയുടെ പദ്ധതികൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്തെ വാസ്തുശില്പിയായ JP ബ്രൈറ്റ് രൂപകൽപ്പന ചെയ്ത ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി ഒരു തേയിലത്തോട്ടത്തിന് നടുവിലാണ്. പട്ടുമൂടിയ കുന്നിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. പീരുമേടിൽ നിന്നും 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 24 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വലിയ താഴികക്കുടത്തോടു കൂടിയ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളി അകത്ത് സങ്കീർണമായ രൂപകൽപ്പന ചെയ്ത സ്ലാബുകളും പ്രവേശന കവാടത്തിൽ ബൈബിൾ സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന റോക്ക് പോർട്രൈറ്റുകളും ഉൾക്കൊള്ളുന്നു. തടി കൊണ്ടുള്ള ബലിപീഠം അതിൻ്റെ വാസ്തുവിദ്യ മഹത്വം വർദ്ധിപ്പിക്കുന്നു. മേരിയുടെ 2 പ്രത്യക്ഷതകൾ ഇവിടെ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. നിരവധി അത്ഭുതങ്ങൾ ഈ പള്ളിക്ക് കാരണമായി കണക്കാക്കപ്പെടുന്നു. ഇതിന് പട്ടുമല അവളുടെ മാത അല്ലെങ്കിൽ കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്ന പേര് ലഭിച്ചു. ജോൺ പോൾ II മാർപ്പാപ്പ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മദർ മേരിയോട് വലിയ ഭക്തിയുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1980-കളിൽ കേരളത്തിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ മിഷണറി സഹോദരൻ ബ്രദർ ഹിപ്പോളിറ്റസ് തടത്തിൽ CMSF പട്ടുമലയിലെത്തുകയും പ്രദേശത്തെ ഭക്തിയുടെ ആഴം തിരിച്ചറിയുകയും ചെയ്തു. ആരാധനാലയം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം നൽകി. തുടക്കത്തിൽ ഭക്തർ പ്രാർത്ഥനയ്ക്കായി ആശ്രമ ചാപ്പൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതേ ദശകത്തിൽ ഒരു പുതിയ പള്ളിക്ക് പദ്ധതിയിട്ടു. 1998-ലാണ് ഇപ്പോഴത്തെ പള്ളി കുദാശ ചെയ്തത്. പൂർണ്ണമായ താഴിക കുടത്തോടുകൂടിയ ഗോതിക് ശൈലിയിലാണ് പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നേവിൻ്റെ താഴികക്കുടവും മേൽക്കൂരയും ഉള്ളിൽ നിന്ന് മനോഹരമായി രൂപകൽപ്പന ചെയ്ത സ്ലാബുകൾ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലുതാണ് പള്ളിയുടെ ഡോം. പ്രവേശന കവാടത്തിൽ ബൈബിളിൽ നിന്നുള്ള വിവിധ സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാന വാതിൽ ചട്ടക്കൂട് പാറയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് ബലിപീഠം തടിയിൽ കൊത്തിയെടുത്തതാണ്. പള്ളിയുടെ വാസ്തുവിദ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. മരിയൻ ദൃശ്യങ്ങളുടെ 2 സംഭവങ്ങൾക്ക് പേരുകെട്ട ഈ പള്ളി നിരവധി അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേളാങ്കണ്ണി മാത എന്നറിയപ്പെടുന്ന മദർ മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളിക്ക് അതിൻ്റെ സ്ഥാനമായ പട്ടുമല മഠത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. കൊച്ചു വേളാങ്കണ്ണി ചർച്ച് എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായി ജോൺ പോൾ II മാർപ്പാപ്പയാണ് പ്രഖ്യാപിച്ചത്. ഭക്തരും വിനോദസഞ്ചാരികളും ഈ പുണ്യസ്ഥലം പതിവായി സന്ദർശിക്കാറുണ്ട്. ഈ വിശുദ്ധ സങ്കേതത്തിന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മാതാവ് മറിയത്തെ ആഴത്തിൽ ബഹുമാനിച്ചിരുന്ന കാലഘട്ടം മുതൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ഗോതിക് ഘടനയും ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിലെ ഏറ്റവും വലിയ താഴികക്കടവും അഭിമാനിക്കാവുന്ന പള്ളിയുടെ മഹത്വം നിഷേധിക്കാനാവാത്തതാണ്. ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ സങ്കീർണമായ വിശദാംശങ്ങളിലൂടെയും അതിശയകരമായ രൂപകൽപ്പനയിലൂടെയും ആർക്കിടെക്ട് JP ബ്രൈറ്റിൻ്റെ ദർശനവും കരകൗശലവും തിളങ്ങുന്നു. പള്ളിയെ സമീപിക്കുമ്പോൾ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ട് മയങ്ങാതിരിക്കാനാവില്ല. പട്ടുതുണിയിൽ പൊതിഞ്ഞ കുന്ന് എന്ന ഉചിതമായ പേരിട്ടിരിക്കുന്ന പട്ടുമല പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. വാസ്തുവിദ്യാ വിസ്മയങ്ങൾ ആകർഷണീയമാണെങ്കിലും ശാന്തമായ അന്തരീക്ഷം ആന്തരിക സമാധാനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും നിമിഷങ്ങൾ കണ്ടെത്താൻ സന്ദർശകരെ ക്ഷണിക്കുന്നു. പട്ടുമല മാതാപ്പള്ളി പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആത്മീയ ബന്ധത്തിനും ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുമ്പോൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ഇത് സ്വാഗതം ചെയ്യുന്നു. സൗഹൃദപരമായ ജീവനക്കാർ സ്വാഗതാർഹമായ അനുഭവം ഉറപ്പാക്കുന്നു. നന്നായി പരിപാലിക്കുന്ന റോഡുകളും വിശാലമായ പാർക്കിങ്ങും സഞ്ചാരികൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്നു.
എന്നിരുന്നാലും അവധി ദിവസങ്ങളിൽ പള്ളിയിൽ തിരക്ക് അനുഭവപ്പെടുമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ നിങ്ങളുടെ സന്ദർശനം അതനുസരിച്ച് ആസൂത്രണം ചെയ്യുക. പട്ടുമലയിലെ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് പള്ളിയുടെ വാർഷിക തിരുനാൾ എല്ലാ വർഷവും സെപ്റ്റംബർ 8-നാണ് ആഘോഷിക്കുന്നത്. പട്ടുമലയെന്നാൽ യൂറോപ്യന്മാർ പട്ടുനൂൽ പുഴുക്കളെ വളർത്തിയിരുന്ന സ്ഥലമായിരുന്നു. ചെറുതും വലുതുമായ കുന്നുകളാൽ ചുറ്റപ്പെട്ട് നിത്യഹരിത തേയിലത്തോട്ടങ്ങളുമുണ്ട്. കോട്ടയം പട്ടണത്തിൽ നിന്ന് 85 കിലോമീറ്ററും പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിലേക്ക് 30 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ആത്മീയ അന്തരീക്ഷം, തണുത്ത കാലാവസ്ഥ, പ്രകൃതിയുടെ പനോരമിക് കാഴ്ച, ചുറ്റുമുള്ള നിശബ്ദത, മലിനീകരിക്കപ്പെടാത്ത വായു എന്നിവ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന ആത്മീയാനുഭവം നേടാൻ നിങ്ങളെ സഹായിക്കുന്നു. പട്ടുമലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് അതിമനോഹരമായ സൗന്ദര്യമുണ്ട്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പട്ടണമാണിത്. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ അനന്തമായ വിസ്തൃതിയുള്ള മനോഹരമായ സ്ഥലമാണിത്. മാർച്ച് 9 പട്ടുമല ഒരു കുടുംബത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനം നൽകി അനുഗ്രഹിക്കപ്പെട്ടു. പട്ടുമല മത ദേവാലയത്തിലെ പ്രധാന വഴിപാട് പട്ടും മെഴുകുതിരിയുമാണ്. Do you think we'll ever go back down? I don't know.